ബികോമിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സെം 5 നമ്മൾ പേപ്പറാണ് നോക്കുന്നത്. ദ ടേം ഫിനാൻസ് എന്താണ് എന്നതാണ് ആദ്യം നോക്കുന്നത്. ഫിനാൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് 2 തലങ്ങളിൽ ചിന്തിക്കേണ്ടി വരും. ഒന്ന്, ഫിനാൻസ് എന്ന് പറയുമ്പോൾ ധനം എന്ന വിഭവം, എ റിസോഴ്സ്. 2, ധനം എന്ന വിഭവം കൈകാര്യം ചെയ്യുന്നതിൻ്റെ ശാസ്ത്രം, എ ഡിസിപ്ലിൻ വിച്ച് ഈസ് ടോട്ട് ഇൻ സ്കൂൾസ്, കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ്. അതായത് ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നതിന് പിന്നിലൊരു സയൻസ് ഉണ്ടല്ലോ, അതെങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നതിൻ്റെ ആ ബോധനശാസ്ത്രം, ആ അർത്ഥത്തിലും ഫിനാൻസ് എന്ന സ്ട്രീമിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ 2 രീതിയിൽ ഫിനാൻസിനെ നമുക്ക് കണക്കാക്കാം. അതായത് ഫിനാൻസ് ഒരു റിസോഴ്സ് അഥവാ ഒരു ധനം, ഒരു വിഭവം എന്ന രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇറ്റ് മീൻസ് മോണിറ്ററി മീൻസ് ഓഫ് ഫിനാൻസിങ് അസറ്റ്സ് ഓഫ് എ ബിസിനസ് യൂണിറ്റ്. ഒരു ബിസിനസ് യൂണിറ്റിൻ്റെ സാമ്പത്തിക ആസ്തികൾ ആണ് കൈകാര്യം ചെയ്യുന്ന പണപരമായ വഴികളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഫിനാൻസ് ഒരു ഡിസിപ്ലിൻ എന്ന നിലയിൽ നോക്കുമ്പോൾ ഇറ്റ് ടീച്ചസ് us ഹൗ ഇൻഡിവിജ്വൽസ്, ഗവൺമെൻറ് ആൻഡ് കോർപ്പറേറ്റ് കമ്പനീസ് മാനേജ് ദ ഫ്ലോ ഓഫ് മണി ത്രൂ ദ ഓർഗനൈസേഷൻ. വ്യക്തികളാണെങ്കിലും അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികളാണെങ്കിലും അതുപോലെ തന്നെ ഗവൺമെൻറ്റുകളാണെങ്കിലും അവരുടെ പണം എങ്ങനെയാണ് അവർ മാനേജ് ചെയ്യുന്നത്, അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ ഫിനാൻസ് ഒരു ഡിസിപ്ലിനായിട്ട് നമ്മൾ നോക്കുന്നത്. ഇനി നമുക്ക് ഫിനാൻസ് ഒരു റിസോഴ്സ് എന്ന അർത്ഥത്തിൽ റെഫർ ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം. ഇറ്റ് മീൻസ് മോണിറ്ററി മീൻസ് ഓഫ് ഫിനാൻസിങ് അസറ്റ്സ് ഓഫ് ആൻ എൻറ്റിറ്റി. അതായത് ഒരു ബിസിനസ് എൻറ്റിറ്റിയാണ് എൻറ്റിറ്റി എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത്. ഒരു ബിസിനസ് എൻറ്റിറ്റി അതിൻ്റെ ഫിനാൻഷ്യൽ അസറ്റ്സിനെ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കമ്പനിയുടെ ഗ്രോത്തിന് അതെങ്ങനെ കൈകാര്യം ചെയ്യണം, അതിൽ ഏത് രീതിയിൽ അത് പ്രയോജനപ്പെടുത്തണം എന്നതിൻ്റെ മാനേജ്മെൻറ്റ്, അതാണ് വാസ്തവത്തിൽ ധനം എന്ന വിഭവത്തിൻ്റെ മാനേജ്മെൻറ്റ്, ധനവിഭവം മാനേജ്മെൻറ്റ് എന്ന രീതിയിൽ നമുക്കതിനെ പറയാം. സോ ഫിനാൻസ് ഒരു ഡിസിപ്ലിനായിട്ട് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഹൗ ഇൻഡിവിജ്വൽസ്, ഗവൺമെൻറ് ആൻഡ് കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ മാനേജ് ദ ഫ്ലോ ഓഫ് മണി ത്രൂ ആൻ ഓർഗനൈസേഷൻ. ആ രീതിയിലും നമുക്ക് പറയാം. ഇനി അടുത്ത ഭാഗത്ത് ഫിനാൻസിൻ്റെ ഡെഫിനേഷൻ പലരും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് കടന്നു നോക്കാം. ഖാൻ ആൻഡ് ജെയിൻ പറയുന്നതനുസരിച്ച് ഫിനാൻസ് ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് മാനേജിങ് മണി. പണത്തെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ പണം എന്ന വിഭവത്തെ മാനേജ് ചെയ്യുന്നതിൻ്റെ കലയും ശാസ്ത്രവുമാണ് ഫിനാൻസ് എന്ന് ഖാൻ ആൻഡ് ജെയിൻ പറയുന്നു. വളരെ ലളിതമായ സിമ്പിളായ ഒരു നിർവചനമായിട്ട് നമുക്ക് തോന്നും, ഇത് പഠിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഈ നിർവചനം പഠിച്ചിരിക്കുക. ഖാൻ ആൻഡ് ജെയിനിൻ്റെ ഫിനാൻസിൻ്റെ ഡെഫിനിഷൻ, ഫിനാൻസ് ഇസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് മാനേജിങ് മണി. പണം മാനേജ് ചെയ്യുന്നതിൻ്റെ കലയാണ്, ശാസ്ത്രമാണ് ഫിനാൻസ് എന്നത്. ഇനി ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ പറയുന്നതെന്ന് നോക്കാം. ഫിനാൻസ് എന്നതിന് മാനേജ്മെൻറ്റ് ഓഫ് മണി എന്നാണ് അർത്ഥം ഓക്സ്ഫോർഡ് ഡിക്ഷണറി നൽകുക. സോ ഫിനാൻസിൻ്റെ ടൈപ്സിനെ കുറിച്ചാണ് അടുത്ത ഭാഗത്ത്. ടൈപ്സ് ഓഫ് ഫിനാൻസ്, പ്രൈവറ്റ് ഫിനാൻസ്, പബ്ലിക് ഫിനാൻസ് എന്നിങ്ങനെ 2 കാര്യങ്ങളാണ് നമുക്കിവിടെ ചർച്ച ചെയ്യുന്നത്. ഫിനാൻസിൻ്റെ ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ സ്വകാര്യ ധനവിനിയോഗം, അതുപോലെ തന്നെ ഗവൺമെൻറ് പരമായ ധനവിനിയോഗം. ഈ 2 തരം ധനവിനിയോഗങ്ങളാണ്, 2 ടൈപ്സ് ഓഫ് ഫിനാൻസ് ആണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. സ്വകാര്യ ധനവിനിയോഗത്തിൽ വ്യക്തികൾ, പേഴ്സണൽ ഫിനാൻസ് അഥവാ വ്യക്തികൾ അവരുടെ വിഭവങ്ങൾ വിനിയോഗം ചെയ്യുന്നതിൻ്റെ ശാസ്ത്രം. ബിസിനസ് സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് സ്ഥാപനങ്ങൾ അവരുടെ ധനം ആ ബിസിനസ്സിനുള്ളിൽ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ റണ്ണിങ്ങിനും ഒക്കെ എങ്ങനെയാണ് അത് ആ ധനവിഭവം വിനിയോഗിക്കുന്നത് എന്നതിൻ്റെ ശാസ്ത്രം. ഒപ്പം തന്നെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകളായ ചാരിറ്റബിൾ ഓർഗനൈസേഷനുകളും മറ്റുമൊക്കെ, അല്ലെങ്കിൽ ഫുട്ബോൾ ക്ലബ്ബുകളും ടീമുകളും അവർക്കൊക്കെ ഉണ്ട്. അവരൊക്കെ ലാഭം ഉദ്ദേശിച്ചുള്ള സ്ഥാപനങ്ങളല്ല, ക്ലബ്ബുകളും സ്പോർട്സ് അസോസിയേഷൻസും ഒക്കെ, അവരൊക്കെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. അവർക്ക് ഇടയിലും ധനവിനിയോഗം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇതെങ്ങനെയാണ് അവർ മാനേജ് ചെയ്യുന്നത്? ഇതൊക്കെയാണ് പ്രൈവറ്റ് ഫിനാൻസ് എന്ന സെക്ഷനിലെ. പബ്ലിക് ഫിനാൻസിൽ നമ്മൾ കാണുന്നത് സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, സെമി ഗവൺമെൻറ് തുടങ്ങിയ സ്ഥാപനങ്ങൾ അവരുടെ ധനവിനിയോഗം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആദ്യം പ്രൈവറ്റ് ഫിനാൻസിനെ കുറിച്ച് പറയാം. പ്രൈവറ്റ് ഫിനാൻസ് ഡീൽസ് വിത്ത് ദ റിക്വയർമെൻറ്റ്സ്, receipts and disbursement of funds in case of business organizations owned by individuals and non-profit organizations.
വ്യക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് സ്ഥാപനമാണെങ്കിലും ശരി, അല്ല പാർട്ട്ണർഷിപ്പ് സ്ഥാപനമാണെങ്കിലും ശരി, കമ്പനിയാണെങ്കിലും ശരി, പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും ശരി, അവിടെയൊക്കെ പണം സ്വീകരിക്കുന്നുണ്ട് പല വഴികളിലൂടെ. പണത്തിൻ്റെ ആവശ്യകതകളുണ്ട്, റിക്വയർമെൻറ്റുകളുണ്ട്, പണത്തിൻ്റെ റെസീപ്റ്റ് ഉണ്ട്, പണം ചെലവഴിക്കുന്നുമുണ്ട്. ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ട് ഇൻ കേസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ്. കാരണം അവിടെയൊക്കെ ബിസിനസ് സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഉൽപ്പാദനം നടത്തുന്നുണ്ട്. സാധനങ്ങളാവാം, സേവനങ്ങളാവാം, ഇറ്റ് മേ ബി എയ്തർ ഗുഡ്സ് ഓർ സർവീസസ്. പക്ഷേ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ ആണെങ്കിലും സർവീസിൻ്റെ പ്രൊഡക്ഷൻ ആണെങ്കിലും ധനത്തിൻ്റെ വിനിയോഗമില്ലാതെ ഇതൊന്നും സാധ്യമല്ല. റോ മെറ്റീരിയൽ വാങ്ങിക്കാനാണെങ്കിലും, മെഷീനറി വാങ്ങിക്കാനാണെങ്കിലും, ലാൻഡ്, ബിൽഡിംഗ് എന്നിങ്ങനെയുള്ളവ വാടകയ്ക്ക് എടുക്കാനാണെങ്കിലും, തൊഴിലാളികൾക്ക് സാലറി കൊടുക്കാനാണെങ്കിലും, ഇലക്ട്രിസിറ്റി ചാർജ്, വാട്ടർ ബിൽ എന്നിവ അടക്കാനാണെങ്കിലും ഒക്കെ ധനത്തിൻ്റെ വിനിയോഗമില്ലാതെ ഒരു ഔട്ട്പുട്ടും സാധ്യമല്ല. അതുകൊണ്ട് എല്ലാത്തരം ഉൽപ്പാദന മേഖലകളിലും മാനുഫാക്ചറിങ്ങിലും ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഫിനാൻസ് ആവശ്യമായിട്ടുണ്ട്. അത് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും ശരി, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും ശരി, ഇവയെല്ലാം പൊതുവെ പ്രൈവറ്റ് ഫിനാൻസ് എന്ന് വിളിക്കാം. ഇനി പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞാലോ, പബ്ലിക് ഫിനാൻസ് ഡീൽസ് വിത്ത് ദ റിക്വയർമെൻറ്റ്സ്, റെസിപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ഇൻ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ലിമിറ്റഡ് കമ്പനീസ്. ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിലും അതുപോലെ തന്നെ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളിലും ഒക്കെയാണ് പബ്ലിക് ഫിനാൻസ് ധനവിനിയോഗം. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, പണത്തിൻ്റെ സ്വീകരണമുണ്ട്, പണത്തിൻ്റെ റിക്വയർമെൻറ്റ്, അവർ ഫണ്ട് കളക്ട് ചെയ്യുന്നുണ്ട്, അവർ ചെലവഴിക്കുന്നുണ്ട് പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇത്തരം കാര്യങ്ങളെയാണ് പബ്ലിക് ഫിനാൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ബിസിനസ് ഫിനാൻസ് എന്താണെന്ന് നോക്കാം. ബിസിനസ് ഫിനാൻസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ധനത്തിൻ്റെ വിനിയോഗമാണെങ്കിൽ, ധനം കണ്ടെത്തലും വിനിയോഗിക്കലുമാണെങ്കിൽ, ബിസിനസ് ഫിനാൻസ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് ധനം കണ്ടെത്തലും ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് ധനം വിനിയോഗിക്കലുമാണ്. സോ വീലറുടെ നിർവചനം രസകരമാണ്. ബിസിനസ് ഫിനാൻസ് ഈസ് ദാറ്റ് ബിസിനസ് ആക്ടിവിറ്റി വിച്ച് കൺസേൺസ് വിത്ത് ദ അക്വിസിഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് ക്യാപിറ്റൽ ഫണ്ട്സ്. ക്യാപിറ്റൽ ഫണ്ടുകൾ അക്വയർ ചെയ്യുക, ക്യാപിറ്റൽ ഫണ്ടുകൾ ബിസിനസ്സിനുള്ളിൽ നിലനിർത്തുക, ഇത് രണ്ടുമായും അതിന് ബന്ധമുണ്ടെന്ന്. എന്താണ് ക്യാപിറ്റൽ ഫണ്ടുകൾ എന്ന് പറയുന്നത്? അതായത് ഓക്കെ, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ്സിൽ മുടക്കുന്നത് ക്യാപിറ്റൽ ഫണ്ടാണ്. അതുപോലെ തന്നെയാണ് ബിസിനസ്സിൻ്റെ ലാൻഡ്, ബിൽഡിങ്, ഫർണിച്ചർ, ഇതൊക്കെ ആ ക്യാപിറ്റൽ ഉപയോഗിച്ച് വാങ്ങിക്കുന്ന മറ്റു വസ്തുക്കളാണ്. ബിസിനസ്സിന് ഭാവിയിലേക്കുള്ള വളർച്ചയ്ക്കും പുരോഗതിക്കും പ്രവർത്തനത്തിനും ഈ ക്യാപിറ്റൽ ഫണ്ടുകളുടെ ആവശ്യം ഉണ്ട്. അപ്പോൾ ആ ഫണ്ടുകൾ അക്വയർ ചെയ്യണം, ഒപ്പം തന്നെ അത് നശിച്ചു പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ കൺസർവ് ചെയ്യണം, പ്രിസർവ് ചെയ്യണം. അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആക്ടിവിറ്റികളെല്ലാം ബിസിനസ് ഫിനാൻസ് ആണെന്നും പറയുന്നു. ഒപ്പം തന്നെ ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ബിസിനസ് എൻ്റർപ്രൈസ്. ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ്സ്, അതായത് ബിസിനസ് നടത്തുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി ആ ഫണ്ടുകൾ വിനിയോഗിക്കുകയും വേണം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്യാപിറ്റൽ ഫണ്ടുകൾ അക്വയർ ചെയ്ത് വെച്ചേക്കുന്നത്? അത് ഇൻ ഓർഡർ ടു മീറ്റ് ദ ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് ദ എൻ്റർപ്രൈസ്. ബിസിനസ്സിൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി സാമ്പത്തികപരമായി കുറേ ആവശ്യങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാപിറ്റൽ ഫണ്ടുകൾ അക്വയർ ചെയ്ത് വെച്ചേക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ബിസിനസ് ഫിനാൻസ് എന്ന് പേരിടാമെന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ സിമ്പിൾ ഡെഫിനേഷനിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു. എന്താണ്? ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം കണ്ടെത്തലും ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ധനവിഭവങ്ങളെ, ക്യാപിറ്റൽ ഫണ്ടുകളെ യൂട്ടിലൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ജാഗ്രതയും ശ്രദ്ധയും ആണ് ബിസിനസ് ഫിനാൻസ് എന്ന വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണെന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്ന ടോപ്പിക്ക്. Financial management refers to that part of the management activity which is concerned with the planning, controlling of a firm's financial resources. ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ റിസോഴ്സസ് പ്ലാൻ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ഫൈൻഡിങ് ഔട്ട് വേരിയസ് സോഴ്സസ് ഫോർ റേസിംഗ് ഫണ്ട്സ് ഫോർ ദ ഫേം. ബിസിനസ് ഫേമിന് വേണ്ടി ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി പല സോഴ്സസ് കണ്ടെത്തുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മീൻസ് ദ എഫിഷ്യൻറ്റ് ആൻഡ് ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് ഫണ്ട്സ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് ഫണ്ടുകളുടെ എഫിഷ്യൻറ്റും ഇഫക്റ്റീവുമായ മാനേജ്മെൻ്റ് ആണ്. ഇൻ സച്ച് എ മാനർ ആസ് ടു അക്കംപ്ലിഷ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്ന രീതിയിൽ വളരെ കാര്യക്ഷമമായിട്ട്, എഫിഷ്യൻ്റായും ഇഫക്റ്റീവായിട്ടും, രണ്ട് വാക്കുകൾ പ്രത്യേകം നോട്ട് ചെയ്യണേ,
ഒന്ന് എഫിഷ്യൻറ്റ്, രണ്ട് ഇഫക്റ്റീവ്. ഫണ്ട് എങ്ങനെയെങ്കിലും ചെലവഴിക്കാനാണെങ്കിൽ നമുക്ക് ഏത് മന്ദബുദ്ധിക്കും സാധിക്കാവുന്ന കാര്യമാണ്. പക്ഷേ എങ്ങനെയെങ്കിലും ചെലവഴിച്ചാൽ പോരാ, ഏറ്റവും ബെസ്റ്റായിട്ട് ചെലവഴിക്കുക. ഏറ്റവും ബെസ്റ്റായിട്ടെന്ന് എങ്ങനെയാണ് നമ്മളിവിടെ പറയുന്ന വാക്കുകൾ, 2 വാക്കുകൾ ഉപയോഗിച്ചാണ്. ഒന്ന് എഫിഷ്യൻറ്റ്, രണ്ട് ഇഫക്റ്റീവ്. കാര്യക്ഷമമായും ഫലപ്രദമായിട്ടും നമ്മൾ ഫണ്ട് വിനിയോഗം ചെയ്യാനായിട്ട് ഉള്ള ശാസ്ത്രമാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിക്ക് ഒരു ലക്ഷ്യമുണ്ട്, ഓർഗനൈസേഷന് ഒരു ഒബ്ജക്റ്റീവ് അക്കംപ്ലിഷ് ചെയ്യാനുണ്ട്. ആ ഓർഗനൈസേഷന് ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ് അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് ഈ ഫണ്ടുകൾ എഫിഷ്യൻറ്റും എഫക്റ്റീവുമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന പണിയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ മീനിങ് കുറേ കൂടി ക്ലിയറായി. നിർവചനം, ഡെഫിനേഷൻ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടി. ഇനി നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡീൽ ചെയ്യുന്നത്, അപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഉണ്ട്, ഫണ്ടുകളുടെ അക്വിസിഷൻ അഥവാ ഫണ്ടുകളുടെ ആർജിക്കലുണ്ട്, അതുപോലെ തന്നെ ഫണ്ടുകളുടെ ഉപയോഗമുണ്ട്, ഫണ്ടുകൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് ഓരോരോ കാര്യങ്ങളിലേക്ക് വകയിരുത്തി കൊടുക്കൽ, അലോക്കേറ്റ് ചെയ്യലുണ്ട്, ആൻഡ് ഫിനാൻഷ്യൽ കൺട്രോൾ. ഒപ്പം തന്നെ ഫണ്ടുകൾ അമിതമായി ചെലവഴിക്കപ്പെടാതെ നിയന്ത്രിക്കുക എന്നൊരു വശവും കൂടിയുണ്ട്, സാമ്പത്തിക നിയന്ത്രണവും കൂടിയുണ്ട്. എസ്.സി. കുചൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡീൽസ് വിത്ത് ദ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്സ് ആൻഡ് ദർ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഇൻ ദ ബിസിനസ്. ഫണ്ടുകൾ സംഘടിപ്പിക്കുക എന്നത്, പ്രൊക്യൂർമെൻറ്റ് അത് ഫലപ്രദമായി ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഇൻ ദ ബിസിനസ്. അപ്പോൾ നേരത്തെ നമ്മൾ നോക്കിയ ഡെഫിനിഷൻ, അപ്പോൾ എന്തിൻ്റെ ഡെഫിനിഷൻ ആയിരുന്നു? എന്താണ് ഫിനാൻസ് എന്ന്? ഫിനാൻസ് ഇത് തന്നെയാണ്, ഫണ്ടിൻ്റെ പ്രൊക്യൂർമെൻറ്റും ഫണ്ടിൻ്റെ യൂട്ടിലൈസേഷനും. ബിസിനസ് ഫിനാൻസ് എന്താണ്? ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് ഫണ്ടിൻ്റെ പ്രൊക്യൂർമെൻറ്റും ഫണ്ടിൻ്റെ യൂട്ടിലൈസേഷനും. ഇനി ഇപ്പോഴെന്താണ് ചോദിക്കുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണെന്ന്. ഫിനാൻസ് എന്താണെന്നോ ബിസിനസ് ഫിനാൻസ് എന്താണെന്നോ അല്ല, മറിച്ച് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണ്. അപ്പോൾ അവിടെ ഒരു മാനേജ്മെൻറ്റ് എന്നൊരു ഭാഗവും കൂടി വന്നു. തീർച്ചയായിട്ടും മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക എന്നതാണല്ലോ അർത്ഥം. സോ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഫണ്ടുകളെ പ്രൊക്യൂർ ചെയ്യുകയും അതിനെ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിൻ്റെ കൈകാര്യം ചെയ്യൽ എങ്ങനെയായിരിക്കണം എന്നുള്ള ഇഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യണം എന്ന വാക്കും കൂടി അവിടെ ചേർത്താൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനേഷനുമായി വലിയ വ്യത്യാസമില്ല ഈ ഡെഫിനേഷനുകൾ തമ്മിൽ. ഫിനാൻസ് എന്താണ്? ഫണ്ടുകളുടെ പ്രൊക്യൂർമെൻറ്റും ഫണ്ടുകളുടെ യൂട്ടിലൈസേഷനുമാണ് ഫിനാൻസ്. രണ്ട്, ബിസിനസ് ഫിനാൻസ് എന്താണ്? ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ബിസിനസ്സിൻ്റെ നീഡ്സിന് വേണ്ടിയിട്ട് ഫണ്ടുകളുടെ പ്രൊക്യൂർമെൻറ്റും ഫണ്ടുകളുടെ യൂട്ടിലൈസേഷനുമാണ്. ഇനി അടുത്ത ചോദ്യം എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്? സോ അവിടെ ഒരു മാനേജ് ചെയ്യുക, ഫലപ്രദമായി കാര്യങ്ങൾ ചെയ്യുന്നതിനാണല്ലോ, ഇഫക്റ്റീവായി കാര്യങ്ങൾ ചെയ്യുന്നതിനാണല്ലോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഫക്റ്റീവ് എന്ന വാക്ക് പറഞ്ഞതിനകത്ത് ചേർത്താൽ മതി. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡീൽസ് വിത്ത് ദ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്സ് ആൻഡ് ദർ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഇൻ ദ ബിസിനസ്. ഇനി നമുക്ക് മറ്റൊരാൾ, അതായത് എസ്.സി. കുചാലിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ പറഞ്ഞത്. ഇനി ജെ.എഫ്. ബ്രാഡ്ലി പറഞ്ഞിരിക്കുന്നത് നോക്കാം. അത് കുറച്ചുകൂടെ ഇൻ്റർനാഷണൽ ഡെഫിനിഷനാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ബ്രാഡ്ലി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ ഏരിയ ഓഫ് ബിസിനസ് ഡിവോട്ടഡ് ടു എ ജുഡീഷ്യസ് യൂസ് ഓഫ് ക്യാപിറ്റൽ. മൂലധനത്തിൻ്റെ, ഉടമസ്ഥൻ മുടക്കുന്ന പൈസയാണ് മൂലധനം. അപ്പോൾ ഉടമ ബിസിനസ്സിൽ മുടക്കുന്ന പൈസ, ക്യാപിറ്റൽ, അത് ഉപയോഗിക്കുമ്പോൾ നീതി നിർവഹണപരമായി, യുക്തിപരമായി, ശരിയാവണ്ണം, നീതിപൂർവകം എന്നതിനൊരു ഇംഗ്ലീഷ് വാക്കാണ് ജുഡീഷ്യസ്. അപ്പോൾ നീതിപൂർവകമായി വേണം ആ ഫണ്ട് വിനിയോഗിക്കാൻ. അയാളുടെ പണം, അയാൾ കുറേ പണമുള്ള ആളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അത് എങ്ങനെയെങ്കിലും കെയർലെസ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് ഒരിക്കലും നമുക്ക് ബിസിനസ്സിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ബിസിനസ് മാനേജ്മെൻറ്റ് ഒരു വലിയ കാര്യമാണെങ്കിൽ അതിൽ ഒരു പ്രത്യേക ഭാഗമാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ബിസിനസ് മാനേജ്മെൻറ്റിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും ഉണ്ട്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, പേഴ്സണൽ മാനേജ്മെൻറ്റ് ഉണ്ട്, പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് ഉണ്ട്, ഓഫീസ് മാനേജ്മെൻറ്റ് ഉണ്ട്. എത്ര കാര്യങ്ങളുണ്ട് ബിസിനസ് മാനേജ്മെൻറ്റിൽ. അതിലൊരു സ്പെസിഫിക് ഏരിയ മാത്രമാണ്, പണം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് ജെ.എഫ്. ബ്രാഡ്ലി പറയുന്ന ഡെഫിനേഷൻ ഇതാണ്. അത് ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഏരിയയാണ്. പോയിന്റ് നമ്പർ 1. 2, അതിൽ ക്യാപിറ്റലിൻ്റെ, ഉടമ മുടക്കുന്ന ക്യാപിറ്റലിൻ്റെ ജുഡീഷ്യസ് ആയ ഉപയോഗം അതിൽ കൃത്യമായി ചിന്തിക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ ജുഡീഷ്യസ് ആയ ഉപയോഗം എന്ന് ഇനി അടുത്ത വരിയിലാണ് പറയുന്നത്. അതായത് ഉടമ മുടക്കിയ പണം അല്ലെങ്കിൽ അയാളുടെ ക്യാപിറ്റൽ റിസോഴ്സ് എന്തുമാവട്ടെ, അത് കെയർഫുള്ളായിട്ട് ഓരോന്ന്
ക്യാപിറ്റൽ കണ്ടെത്തുന്നതിനുള്ള ചെലവ് കുറഞ്ഞ മാർഗ്ഗങ്ങൾ, ബാങ്ക് ലോൺ ആണെങ്കിൽ ബാങ്ക് ലോൺ, അല്ലെങ്കിൽ പബ്ലിക് ഡെപ്പോസിറ്റ് ആണെങ്കിൽ പബ്ലിക് ഡെപ്പോസിറ്റ്, അല്ലെങ്കിൽ ഷെയർ ഇറക്കിയിട്ടാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ക്യാപിറ്റൽ കണ്ടെത്താനുള്ള സോഴ്സസ് ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുന്നതിലുണ്ട്. എന്തിനാണെന്നറിയാമോ? ആ പണം കണ്ടെത്തിയിട്ട് സ്പെൻഡ് ചെയ്യാനാണ്. In order to enable a spending unit to move in the direction of reaching its goals. അതിൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിൽ വേണ്ടിയിട്ട് അങ്ങനെ പല സോഴ്സുകളിൽ നിന്ന് ചെലവ് കുറഞ്ഞ രീതിയിൽ ആദായകരമായി സംഘടിപ്പിച്ച ഫിനാൻസ് സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്പെൻഡിങ് യൂണിറ്റിലേക്ക് അതിനെ വഴിതിരിച്ചു വിടാനാണ് ആ ഫിനാൻസിനെ. അപ്പോൾ ഏതേത് സോഴ്സസിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത് എന്നത് ശ്രദ്ധാപൂർവം ഒന്ന് പഠിച്ചതിന് ശേഷം, കെയർഫുള്ളായിട്ട് മാർക്കറ്റിലെ ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് പറ്റിയതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഫണ്ട് സോഴ്സിനെ സെലക്ട് ചെയ്യുക. ഷെയർ ഇഷ്യൂ ചെയ്യണോ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണോ, അല്ലെങ്കിൽ ബാങ്ക് ലോൺ കളക്ട് ചെയ്യണോ, പബ്ലിക് ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യണോ, ഫിനാൻസ് സംഘടിപ്പിക്കാൻ പറ്റിയ ബെസ്റ്റ് സോഴ്സ് ഏതാണെന്ന് കണ്ടെത്തിയതിന് ശേഷം നമ്മളൊരു സ്പെൻഡിങ് യൂണിറ്റിലേക്ക് ആ പണം ചിലവാക്കാനുള്ളത് മാർക്കറ്റിങ്ങിന് വേണ്ടി പണം ചിലവാക്കേണ്ടി വരും, ഓഫീസ് മാനേജ്മെൻറ്റിന് വേണ്ടി പണം ചിലവാക്കേണ്ടി വരും, പ്രൊഡക്ഷന് വേണ്ടി പണം ചിലവാക്കേണ്ടി വരും, പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ സാലറിയും മറ്റും ഇൻസെൻറ്റീവും കൊടുക്കാൻ വേണ്ടി പണം ചിലവാക്കേണ്ടി വരും. അങ്ങനെ വിവിധങ്ങളായ സെക്ഷന് സ്പെൻഡിങ് യൂണിറ്റുകളിലേക്ക് ആ പണം ചെലവിടേണ്ടി വരും. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? കമ്പനിയുടെ ഒരു ഗോളുണ്ട്, ആ ഗോള് റീച്ച് ചെയ്യണം, ആ ഡയറക്ഷനിലേക്കാണ് കാര്യങ്ങൾ ചലിക്കേണ്ടത്. അതിനു വേണ്ടി ഇതാണ് ജെ ബ്രാഡ്ലി പറഞ്ഞ ഡെഫിനേഷൻ്റെ ആശയം. ഓക്കെ, ഇത് പല ആവർത്തി വായിച്ച് പഠിച്ച് എടുക്കേണ്ടത് ആവശ്യമാണ്. നമ്മളിപ്പോൾ പറഞ്ഞത് ഫിനാൻസ് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു ഇൻ്റർനാഷണൽ ഡെഫിനേഷനാണ്. അതിന് മുൻപ് ഒരു ലോക്കൽ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു, സിമ്പിൾ ഡെഫിനിഷൻ. അത് SC കുജാലിൻ്റേതാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് ഇൻ ദ ബിസിനസ് ആണ്. പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്സും യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സും. ഇനി ജെയിംസ് സി വാൻ ഹോൺ ഒരിക്കൽ ഫിനാൻസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. ഇത് തന്നെയാണ്, പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ അക്വിസിഷൻ, ഫിനാൻസിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് അസറ്റ്സ് വിത്ത് സം ഓവറോൾ ഗോൾ ഇൻ മൈൻഡ്. മനസ്സിൽ ചില ലക്ഷ്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ഫണ്ടുകൾ അക്വയർ ചെയ്യുക, ബിസിനസ്സിൻ്റെ അസറ്റ്സിൽ അത് നിക്ഷേപിക്കുക, അതിനെ മാനേജ് ചെയ്യുക, ലക്ഷ്യം മറക്കാതിരിക്കുക, സ്ഥാപനത്തിൻ്റെ പൊതു ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ആയിരിക്കണം. ഇതാണ് ജെയിംസ് സി വാൻ ഹോൺ പറഞ്ഞത്. ഇനി നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് നോക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ 3 പ്രവർത്തനങ്ങളുണ്ട് എന്നതാണ്. അതെന്തൊക്കെയാണ് 3 പ്രവർത്തനങ്ങളെന്ന് അറിയണ്ടേ? അത് നമുക്ക് നോക്കാം. അതായത് ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ നീഡ്സ് എന്തൊക്കെയാണെന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക എന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചെയ്യേണ്ടുന്ന പ്രവർത്തനമാണ്. അതായത് നമ്മളൊരു ഫിനാൻഷ്യൽ മാനേജറായിട്ട് നമ്മൾ എവിടെയെങ്കിലും അപ്പോയിൻറ്റ് ചെയ്താൽ ബിസിനസ്സിന് സമീപ ഭാവിയിൽ അടുത്ത മാസം എത്ര രൂപയുടെ ആവശ്യം വരുമെന്ന് നമ്മൾ മുൻകൂട്ടി പ്രതീക്ഷിക്കുക, ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. അതൊരു ആവശ്യമാണ്. 2, അക്വയറിങ് ഫിനാൻഷ്യൽ റിസോഴ്സസ് സംഘടിപ്പിക്കുക. 3, അലോക്കേറ്റിംഗ് ഫണ്ട്സ് ഇൻ ദ ബിസിനസ്സിൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുക. ഈ മൂന്ന് കാര്യങ്ങൾ പ്രധാനമാണ് എന്നതാണ് പറഞ്ഞു വരുന്നത്. സോ നേച്ചർ എന്താണ് എന്ന് നോക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ നേച്ചറും ക്യാരക്ടറിസ്റ്റിക്കും എന്താണെന്ന് നോക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഹാസ് സം ബേസിക് ഫീച്ചേഴ്സ്. ഇറ്റ് ഈസ് ആൻ അപ്ലൈഡ് ഫോം ഓഫ് ജനറൽ മാനേജ്മെൻറ്റ്. ജനറൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു അപ്ലൈഡ് ഫോമാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. രണ്ടാമതായിട്ട്, അതായത് ജനറൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പൊതുവെയുള്ള എല്ലാ കാര്യങ്ങളുടെയും മാനേജ്മെൻറ്റാണ്. അതിൽ ഒരു പ്രത്യേക മേഖലയിൽ നമുക്ക് നമ്മുടെ വൈഭവം പ്രകടിപ്പിക്കേണ്ട ആപ്ലിക്കേഷൻ ഉള്ള ഒരു മേഖലയാണ്, പണം കൈകാര്യം ചെയ്യുന്ന ഒരു ഏരിയയാണ് ഫിനാൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ ഫണ്ട്സ് ടു മീറ്റ് ദ ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് ദ ബിസിനസ് എൻ്റർപ്രൈസ് ആൻഡ് ടു അച്ചീവ് ദ ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേം. അപ്പോൾ ക്യാപിറ്റൽ ഫണ്ടുകൾ പല സോഴ്സുകളിൽ നിന്ന് കണ്ടെത്തുക, അതിനെയാണ് പ്രൊക്യൂർമെൻറ്റ് അല്ലെങ്കിൽ അക്വിസിഷൻ ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത്. പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്സ് എന്ന് പറയാം, അല്ലെങ്കിൽ അക്വിസിഷൻ ഓഫ് ഫണ്ട്സ് എന്ന് പറയാം. എന്നിട്ട് എന്ത് ചെയ്യണം? കമ്പനിയുടെ ബിസിനസ് എൻ്റർപ്രൈസസിൻ്റെ പലതരത്തിലുള്ള ഫിനാൻഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി ആ ഫണ്ടുകളെ വിനിയോഗിക്കുക. എന്തിനു വേണ്ടിയാണ്? ഇൻ ഓർഡർ ടു അച്ചീവ് ദ ഓവറോൾ ഗോൾ ഓർ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേമിൻ്റെ ഓവറോൾ ഗോള് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന്.
അപ്പോൾ 3 കാര്യങ്ങൾ വന്നു. 1, ഫണ്ട് പ്രൊക്യൂർ ചെയ്യണം. 2, അതിൻ്റെ ഇഫക്റ്റീവായിട്ടുള്ള യൂസ് നടക്കണം. 3, അത് വളരെ ഫ്ലെക്സിബിലിറ്റിയോടുകൂടി നമുക്കത് കൈകാര്യം ചെയ്യാൻ കഴിയണം. 4, മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് ഇത് ഹെൽപ്ഫുൾ ആകും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. 5, ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞ ആശയം അതിനകത്തുണ്ട്. 6, ഫിനാൻഷ്യൽ അനാലിസിസിന് ഇത് ഉപകരിക്കും. വിശകലനം ചെയ്താലാണ് നമുക്കിത് സാധിക്കുകയുള്ളൂ. 6 ഫിനാൻഷ്യൽ അനാലിസിസ് ആണ്. 7 ഫിനാൻഷ്യൽ കൺട്രോളാണ്. 7ാമത്തെ പോയിന്റ് ഫിനാൻഷ്യൽ കൺട്രോളാണ്. ഇനി 8ാമത്തെ പോയിന്റ് ക്രെഡിറ്റ് മാനേജ്മെൻ്റ് ആണ്. നമ്മുടെ കടം എടുക്കലിൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യണം. കടം എടുത്ത പൈസ സമയത്തൊക്കെ കൃത്യമായി തിരിച്ചടക്കുകയും വേണം. അപ്പോൾ കടത്തിൻ്റെ ഇൻഫ്ലോ മാത്രം പോരല്ലോ, ഔട്ട്ഫ്ലോയും വേണം. അപ്പോൾ കടമെടുക്കുമ്പോൾ പണം ബിസിനസ്സിനകത്തേക്ക് വരുന്നു. അതുപോലെ തന്നെ കടം തിരിച്ചടക്കുകയും കൂടി വേണം. എങ്കിലാണ് ഭാവിയിലും നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ സാധിക്കുകയുള്ളൂ. ഏതായാലും ഇനി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഈ ആക്ടിവിറ്റികളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ശ്രദ്ധിക്കുക.